തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ നമ്മളിപ്പോൾ അംഗീകരിച്ചല്ലേ മതിയാവും. പരാജയത്തിന് ഇടവന്ന കാരണങ്ങൾ സാധാരണയുള്ള പരിശോധനയല്ല, വളരെ ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആരിലെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് ആഴത്തിൽ പഠന വിധേയമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ്? നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കുകയും നമുക്ക് വന്ന കുറവുകൾ ജനങ്ങളോട് തുറന്നു പറയുകയും വേണം. തീർച്ചയായിട്ടും ആ തുറന്നു പറച്ചിലോടുകൂടി തന്നെ അതിശക്തമായ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ഇപ്പോൾ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2001 ഇതേപോലെയുള്ള ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അത് കഴിഞ്ഞ് അതിശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ പരാജയം എന്നത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെൻറ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂരടക്കം നമ്മൾ തോക്കേണ്ടതാണ്. കാരണം വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ജയിച്ചല്ലോ. അപ്പോൾ ഗവൺമെൻറ് വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും, മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്കതിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പാർട്ടിയും മുന്നണിയും നടത്തിയ പ്രവർത്തനങ്ങൾ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്. തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാര്യങ്ങൾ കുറെ പഠിക്കാനും തിരുത്താനുമുണ്ട്. ജനങ്ങൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് സജി ചെറിയാൻ പറയുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചെങ്ങന്നൂരിൽ താൻ തോൽക്കേണ്ടതായിരുന്നു, കാരണം അതൊരു UDF മണ്ഡലമാണ് എന്നതാണ് സജി ചെറിയാൻ അതിന് നൽകുന്ന വിശദീകരണം. ഏതായാലും പാർട്ടി കാര്യങ്ങൾ പരിശോധിക്കും, മുന്നണി കാര്യങ്ങൾ പരിശോധിക്കും, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.